ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന നമ്മൾ ഫ്ലൈറ്റിലാണുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് ഈ പോയിന്റ് വെച്ചിട്ടായിരുന്നു. നമ്മൾ ഫ്ലൈറ്റിൽ ഇപ്പോൾ തായ്ലൻഡിൻ്റെ മേളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് എമിഗ്രേഷൻ എല്ലാം പൂർത്തിയാക്കി ഫ്ലൈറ്റിൽ നമ്മൾ ഫുക്കറ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഡോങ്മോങ് എയർപോർട്ടിൽ നിന്ന് ഫുക്കറ്റിലോട്ട്. ഫുക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡിലെ തന്നെ വേറൊരു ഐലൻഡാണ്. അപ്പോൾ ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ സാധാരണ എല്ലാവരും പോകുന്ന പട്ടായ, ബാങ്കോക്ക് അല്ലാണ്ട് വേറൊരു സ്ഥലം കൂടെ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ ഫുക്കറ്റ് നല്ല ഐലൻഡാന്ന് കിട്ടി. അപ്പോൾ അത് അനുസരിച്ചാണ് ഞങ്ങൾ ഫുക്കറ്റിൽ പോകാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം ഞങ്ങൾക്ക് അവിടെ എത്താനായി. ഏകദേശം ബാങ്കോക്കിൽ നിന്നൊരു 1 hour 1.5 hour നിയർലി 1.5 hour ജേണി ഉള്ളൂ ഫുക്കറ്റിലോട്ട്. ഇപ്പോൾ സമുദ്രത്തിൻ്റെ മുകളിലൂടെയാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമുദ്രത്തിന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്, ഈ എയർപോർട്ട് എന്ന് പറയുന്നത് ഫുക്കറ്റ് എയർപോർട്ട് നമ്മുടെ സീയുടെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡിങ് നല്ല ഭംഗിയുള്ള ഒരു അനുഭവമാണെന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അവിടെ. അപ്പോൾ എയർപോർട്ട് ഈ നമ്മുടെ കടലിനോട് തൊട്ടടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളി ഇറങ്ങുമ്പോൾ ഉള്ളൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഈ സമയം ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പം ബീച്ചാണ് നമ്മളിപ്പോൾ പുറകെ കണ്ടത്. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ രാത്രി വല്ലതും വന്നിറങ്ങുവാണെങ്കിൽ നമുക്ക് ഈ കാഴ്ചയെല്ലാം നമുക്ക് മിസ്സാവും. പക്ഷേ ഈ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ വന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് ആ കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്താൻ സാധിച്ചു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്ത് പ്രവേശിച്ചു. ഇവിടെ ഞങ്ങൾക്ക് കാര്യമായിട്ട് അങ്ങനെ വലിയ ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ബാഗ് ക്ലിയർ ചെയ്യണം. ജസ്റ്റ് പുറത്തുനിന്ന് വന്നവർക്ക് സെപ്പറേറ്റ് ലൈൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഈ നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിനെ അപേക്ഷിച്ച് ഇത് അത്രയും വലിയ എയർപോർട്ടൊന്നും അല്ല. എന്നാലും സാമാന്യ വലിപ്പമുള്ളൊരു എയർപോർട്ടാണ്. ഈ സാധാരണ ഫുക്കറ്റിലുള്ള ആൾക്കാരൊക്കെ എല്ലാം വന്ന് ഇറങ്ങുന്നത് ഈ എയർപോർട്ടിലാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമുക്ക് വഴി വരാം, മാർഗം വരാം, അല്ലെങ്കിൽ നമുക്ക് നമുക്ക് ബൈ റോഡ് വരാം, അല്ലെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ഫ്ലൈറ്റിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ബസ്സിന് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങോട്ട് തിരിച്ച് എപ്പോഴും ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് മാത്രമായി കഴിഞ്ഞാൽ ട്രിപ്പിനൊരു രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബസ് എങ്ങനെയാണ്, ഇവിടുത്തെ ബസ് സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ബസ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ബുക്ക് ചെയ്തില്ല. അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഈ എയർപോർട്ടിൽ ഞങ്ങൾ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിം എടുക്കണം. ഒരു സിം എടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നാൽ നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സിം എടുക്കണം. അപ്പോൾ അവിടെ കണ്ട ഒരു ഇതിൽ നിന്ന് ഞങ്ങളൊരു സിം എടുത്തു. സിം ഏകദേശം നിസ്സാര പൈസ 100 ബാത്ത് എത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ സിമ്മിന്. അപ്പോൾ നമുക്ക് റീചാർജ് എത്രയോ 50 ബാത്തിനോ അങ്ങോട്ട് റീചാർജ് കിട്ടുമായിരുന്നു. അപ്പോൾ അത് നമ്മളെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഇവിടുന്ന് ജസ്റ്റ് നമുക്ക് പുറത്ത് കാണുന്ന പോലെ ഒരു വാനിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്നൊരു 10-30 കിലോമീറ്റർ ഉണ്ട്. 30 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരാൾക്ക് അവർ റേറ്റ് പറഞ്ഞാൽ 150 ബാത്താണ്. 150 ബാത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടുത്തെ 400 രൂപ അടുത്ത് വരും. പക്ഷേ അത് അത്രയും വലിയ കുഴപ്പമില്ലാത്ത റേറ്റാണ്. ഞങ്ങൾ വേറെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നോക്കിയപ്പോൾ അതിലും ബെറ്റർ ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ ബസ് സർവീസൊന്നും ഞങ്ങൾക്ക് അത്ര പരിചിതമല്ല. അതുകൊണ്ട് ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിലോട്ട് ബസ് സർവീസൊക്കെ ഡയറക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളത് ചെക്ക് ചെയ്തില്ല. അപ്പോൾ ജസ്റ്റ് വന്നതിൻ്റെ ടയേർഡായിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങനെ വാൻ ഇങ്ങോട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ മെയിൻ ടൗണിലേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പാത്തോങ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതെല്ലാം ഞങ്ങൾ വിവോ വഴി ബുക്ക് ചെയ്തേക്കുന്നതാണ്. നിങ്ങൾക്ക് വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് മറുപടി ഞങ്ങൾ എങ്ങനെയാണ് പോയത് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാത്തോങ് ബീച്ചിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ റൂമിലോട്ട്. വണ്ടിയെല്ലാം അടിപൊളി നല്ല സെറ്റപ്പ് വണ്ടിയാണ്. ഞങ്ങളെ കൂടാണ്ടൊരു 5-6 പാസഞ്ചേഴ്സും കൂടെ അതിലുണ്ടായിരുന്നു വണ്ടിയിൽ. ഇപ്പോൾ ഒരു 5-8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സാധാരണ ഈ മിനി വാൻ പോലത്തെ നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടുവരും. നമ്മൾ ഇന്ത്യയിലും കേരളത്തിലും ഇപ്പോൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട്. അപ്പോൾ നല്ല ലക്ഷറിയസ് വണ്ടിയാണ്. അപ്പം ആ വണ്ടിക്കൊരു 150 ബാത്ത് കൊടുക്കുന്നതിൽ
വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലാഭമാണ്. അപ്പോൾ അത് വണ്ടിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അവർ നമ്മളെ ഹോട്ടലിൽ കൊണ്ടുവിടും. ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇറക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആ പത്തങ് ബീച്ചിൽ തന്നെ അതിൻ്റെ അടുത്ത് കുറേ റിസോർട്ടുകളിലും ഹോട്ടലിലൊക്കെ റൂം എടുത്ത ആൾക്കാരുണ്ട്, വിദേശികളും കുറേ പേരുണ്ട്. അപ്പം അവരെല്ലാം ഓരോരുത്തരെയും ഡ്രോപ്പ് ചെയ്താണ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്ത് അവർ ഏത് ഹോട്ടലാണോ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏകദേശം അവൻ്റെ അടുത്ത് കൊണ്ട് അതിന് മുമ്പിൽ കൊണ്ട് നിർത്തി തരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ കേരളം പോലെ തന്നെ ഇവിടുത്തെ ഭൂപ്രകൃതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളം പോലെ തന്നെയുണ്ട്. ഏകദേശം കേരളത്തിൻ്റെ ഒരു ഗ്രാമീണമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ ഇവിടെ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. മലനിരകളും കുറേ മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം നമ്മുടെ കേരളം പോലെ തന്നെയുണ്ട് ഈ ഇത് ഫുക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ. ഇതൊരു സെപ്പറേറ്റ് ഐലൻഡ് ആണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. 4 സൈഡിലും കടലുണ്ട്, അല്ല 3 സൈഡിലും കടലുണ്ട്. കണക്റ്റഡ് ആണ്, ബൈ റോഡ് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കുറേ റബ്ബറും കാര്യങ്ങളും എല്ലാം നമ്മൾ കണ്ടു. ഈ കാണുന്ന എല്ലാം റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേരളത്തിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു ഫീലേ ഉള്ളൂ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്തങ് ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും അങ്ങനെ ഫോറിനേഴ്സെല്ലാം വരുന്ന ടൂറിസം നല്ല ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ തായ്ലൻഡ് പറയുമ്പം തന്നെ നമുക്ക് തായ്ലൻഡിൻ്റെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ടൂറിസം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ടൂറിസത്തെ അത്രയധികം നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിദേശികളെയൊക്കെ ആകർഷിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പരിപാടികൾ. അപ്പോൾ ഇനി വരും കാഴ്ചകൾ നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം ഞാൻ ഇട്ട് തരുന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ഇപ്പോൾ ഡ്രൈവർ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ ഈ മെയിൻ റോഡിൽ ഇറങ്ങി. ഞങ്ങളുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ആ മുമ്പിൽ കാണുന്ന ആ റോഡിലൂടെ ഉള്ളോട്ട് പോകണം. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി. ഇപ്പോൾ ഇവിടെ കൗതുകമായിട്ടുള്ള നല്ല ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഫുഡ് കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കുന്നത്. കാരണം ഹോട്ടലിൽ ഞങ്ങൾ ഫുഡ് വിത്തൗട്ട് ഫുഡാണ് കൊടുത്തേക്കുന്നത്. കാരണം നമുക്ക് ഇവിടുത്തെ ഹോട്ടലിലെ ഫുഡൊക്കെ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് പോയി ആദ്യ ദിവസം തന്നെ ഫുഡ് കഴിച്ച് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ കുഴപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് ഡയറക്റ്റ് ഹോട്ടലിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പിലൊരു മക്ഡൊണാൾഡ്സിലാണ്. മക്ഡൊണാൾഡ്സും KFC ഒക്കെ ആയിരുന്നു ഞങ്ങൾ മെയിനായിട്ട് ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ. അപ്പം മക്ഡൊണാൾഡ്സ് KFC എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റും. ബാക്കിയുള്ള ഈ ഫിലിപ്പിനോ തായ്ലൻഡ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുന്ന നമുക്ക് നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യ ദിവസം തന്നെ മക്ഡൊണാൾഡ്സിൽ നിന്ന് കഴിച്ചു ഫുഡ്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ആ എടുത്തേക്കുന്ന റൂമിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബാഗിൽ കാണാം വലിയ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു കേരളത്തിൻ്റെ ഒരു ഇത്. പക്ഷേ ബിൽഡിങ്ങിലും കാര്യത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വഴിക്കച്ചവടക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും ഞങ്ങളിപ്പോൾ ചെന്നത് രാവിലെ ഒരു 10-11 മണി ആ സമയത്താണ്. അപ്പം ഈവനിങ് സമയമാകുമ്പോഴത്തേക്കും ഇതെല്ലാം ഈ തെരുവുകളെല്ലാം ജനനിബിഡമാവും, ജനങ്ങളെ കൊണ്ട് നിറയും. അപ്പോൾ അതുകൊണ്ട് ഒരു വൈകിട്ടത്തേക്കുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പോലെ തുറന്നു വെച്ചിരിക്കുന്ന കടകളും ഉണ്ട്, ഇതുപോലത്തെ എല്ലാ ഫാൻസി ഷോപ്പുകളും എല്ലാ തരം സാധനങ്ങളും ലഭിക്കുന്ന കടകളെല്ലാം ഇവിടെയുണ്ട്. അപ്പോൾ ഈ കടകളുടെ സൈഡിൽ കൂടെ ഞങ്ങളുടെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ റൂം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോട്ടോർ ബൈക്ക് നമുക്ക് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത്രയും നല്ലത്. നമുക്കിപ്പോൾ ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് അത് അവർ ബൈക്ക് തരും. ഇല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലൈസൻസ് വേണം. ചിലർ നിർബന്ധം പിടിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പറ്റും. അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഏകദേശം 250 ബാത്ത് 300 ബാത്തിനൊക്കെ നമുക്കൊരു ബൈക്ക് ഒരു റെൻറ്റിന് കിട്ടും. ഏകദേശം ഒരു 550 600 രൂപ 550 രൂപയൊക്കെ ഉള്ളൂ. നമ്മുടെ ഹോട്ടലാണ് ഈ കാണിക്കുന്നത്. സ്റ്റാൻലീസ് ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തത്. ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞ ഉടനെ നല്ല മഴ പെയ്തു അവിടെ. അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പുതിയ കാഴ്ചകൾ കാണാൻ സാധിക്കും.